ഉദയന്നൂരമ്മ, ഇവിടെ നടക്കുന്നതെല്ലാം അമ്മ കാണുന്നില്ലേ? സ്വത്തിനു വേണ്ടി തർക്കം നടക്കുക. അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കൂ എന്ന എനിക്കൊരു പേടി. അമ്മ, സ്വത്തിനു വേണ്ടി ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവരുത്. അവരുടെ മനസ്സ് മാറ്റി അവരെ നല്ല രീതിയിൽ പരസ്പരം ഐക്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണേ. ഈ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാവണേ. പാർവതി, ദൈവമേ, ഇവിടെ നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പ്രഭാവതി അമ്മ അതിരുവിട്ട കളികളാണ് കളിക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്റെ സ്വത്തുക്കൾ എങ്ങനെയാ ഭാഗം വെക്കേണ്ടതെന്ന് എന്റെ അച്ഛൻ വിൽപത്രത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രഭാവതിക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ടാ പ്രഭാവതി ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. വിശാലിന് ഈ സ്വത്തുക്കൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവൾ എന്ത് മാർഗവും പ്രയോഗിക്കും. പാർവതി അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഞാനത് ശ്രദ്ധിക്കാം. അല്ലമ്മേ, ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്ന ഈ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനല്ലേ? അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? ശരിയാണ്. പക്ഷേ അപ്പോഴാണ് പ്രഭാവതിയുടെ ശരിക്കുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത്. മനസ്സിലായില്ല. അന്നേരം പ്രഭാവതി അമ്മ എന്ത് ചെയ്യുന്ന ദേവമ്മ ഉദ്ദേശിക്കുന്നേ? മോളെ, നിനക്കും വിശാലിനുമായി ഒരു കുഞ്ഞു പിറക്കാൻ പ്രഭാവതി സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകല ദുഷ്പ്രവൃത്തികളും അവൾ ചെയ്യും. ഇനി ആ കടമ്പയും കടന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൾ ആ കുഞ്ഞിനെ ഏത് സമയത്തും അപായപ്പെടുത്താൻ ശ്രമിക്കും. അവളുടെ കരാളഹസ്തങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. ആ ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ് മോളെ. അമ്മ അത് ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. അമ്മയുടെ സഹായവും ഉദയന്നൂരമ്മയുടെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം പ്രഭാവതി അമ്മയ്ക്ക് ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തു തന്നെ ആയാലും അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയ്ക്ക് വിട്ടുകൊടുക്കില്ല അമ്മ. ഉദയന്നൂരമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ.